നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. 800 സ്റ്റോറി ആവാൻ പോവുകയാണ് ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ മാത്രം. അപ്പോൾ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എത്ര സ്റ്റോറി പറഞ്ഞിരിക്കും എന്നല്ല ചോദിക്കുക. നമ്മളൊരു പ്രോഗ്രാം ചെയ്തത് കണ്ടിട്ട് നന്നായി എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അതെനിക്ക് ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല. ഒരാൾ വിളിച്ചിട്ട്, ദിനേശ് ചേട്ടാ, ഇന്നത്തെ വാരഫലത്തില്ലേ നിങ്ങൾ മറ്റേ ആളെക്കുറിച്ച് പറഞ്ഞില്ലേ, അത് ഭയങ്കര രസമായി കേട്ടോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ പറയുന്ന കഥയിലെ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ വിളിച്ച് നന്നായി എന്ന് പറയുമ്പോഴും എനിക്ക് വല്ലാത്ത സുഖം കിട്ടും മനസ്സിന്. നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാം പാഴായില്ലല്ലോ എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ എന്ന പാട്ടിനെ പറ്റിയും ആ പാട്ട് വന്ന തകിലുകൊട്ടാമ്പറം എന്ന സിനിമയെ പറ്റിയും അതിൻ്റെ സംവിധായകൻ ബാലുകിരീത്തിനെ കുറിച്ചും സംസാരിച്ചിരുന്നല്ലോ. പലരും വിളിച്ചു അത് കേട്ടിട്ട് ആ പാട്ട് കൂടി ഇടാമായിരുന്നു. പക്ഷേ എനിക്ക് പാട്ട് പാടിത്തന്നുകൊണ്ടിരുന്ന മുരളീധർ ഷെണായി തൊണ്ട ഇൻഫെക്ഷനായിട്ട് റെസ്റ്റിലാണ്, അതുകൊണ്ട് പാടാൻ പറ്റാത്തത്. ഇന്ന് എന്നെ ഒരാൾ വിളിച്ചു. ഹലോ, ഞാൻ വട്ടിയൂർക്കാവിലെ ജയകുമാർ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമസ്ഥനാണ്. ഞാൻ ചോദിച്ചു പേരെന്താ? ജയകുമാർ. തകിലുകൊട്ടാമ്പറം എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ച തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളിൻ്റെ മകനാണ് ഞാൻ, ജയകുമാർ. ജയകുമാർ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ടെക്സ്റ്റൈലാണ് ജയകുമാർ ടെക്സ്റ്റൈൽസ്. മകൻ ജനിച്ചപ്പോൾ മകന് ജയകുമാർ എന്നിട്ട് എന്താണ് അദ്ദേഹം അങ്ങനെ ഒരു മുൻകൂട്ടി ജയകുമാർ എന്ന് ടെക്സ്റ്റൈലിന് പേരിട്ടെന്ന് അറിയില്ല. 70 വർഷം പിന്നിട്ട ടെക്സ്റ്റൈലാണ് അല്ലെങ്കിൽ തുണിക്കടയാണ്. വട്ടിയൂർക്കാവിലെ ഏറ്റവും വലിയ തുണിക്കടയാണ് ജയകുമാർ ടെക്സ്റ്റൈൽസ്. താങ്കൾ എൻ്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയെക്കുറിച്ച് സംസാരിച്ചില്ലേ, അതിൽ ചില പെശകുകളുണ്ട്, അതൊന്ന് പറയാൻ വിളിച്ചതാണ്. അതിനർത്ഥം ബാലുകിരീത്ത് എന്ന സംവിധായകനെ കുറിച്ച് കുറച്ച് കാണിക്കാനല്ല. ഞങ്ങൾ ഇടയ്ക്കിടെ ഇപ്പോഴും കാണാറുണ്ട്. കാണുമ്പോൾ എന്നോട് വളരെ സ്നേഹത്തോടെ അദ്ദേഹം പെരുമാറാറുമുണ്ട്. അച്ഛൻ മരിച്ചപ്പോഴും വന്നിരുന്നു. പക്ഷേ തകിലുകൊട്ടാമ്പറം സിനിമ വിതരണം ഏറ്റെടുത്ത മുനവർ ഫിലിംസ് ബാവ പറ്റിച്ചപ്പോൾ കേസ് കൊടുത്ത് വിജയിച്ച് കാശ് കിട്ടിയത് 8 വർഷം കഴിഞ്ഞല്ല, 27 വർഷം എൻ്റെ അച്ഛൻ കേസ് പറഞ്ഞു. ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലുമായി അച്ഛൻ കേസ് പറഞ്ഞ ശേഷമാണ് കാശ് കിട്ടിയത്. ഈ 27 വർഷവും എന്തായി കേസെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും ബാലുകിരീത്ത് ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. അത് അദ്ദേഹം എന്താണ് 8 വർഷം എന്ന് പറയണമെന്നറിയില്ല. ഈ 27 വർഷവും ബാലുകിരീത്ത് വിളിച്ച് ഞാൻ സംവിധാനം ചെയ്ത പടമല്ലേ, എന്തായി കേസ് എന്ന് ചോദിച്ചിട്ടില്ല. അതുപോലെ അദ്ദേഹം 7 ലക്ഷം രൂപയ്ക്കാണല്ലോ തകിലുകൊട്ടാമ്പറം ഫസ്റ്റ് കോപ്പി ആയെന്ന് പറഞ്ഞത്. 15,85,000 രൂപ ചെലവിട്ട പടമാണ് തകിലുകൊട്ടാമ്പറം. അന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്ക് ഈ പറഞ്ഞ 16 ലക്ഷമൊന്നും ആരും ചെലവിടാറില്ല. ചെലവിട്ട കണക്കുകളുടെ എല്ലാ ഡയറി കുറിപ്പുകളും ഞാൻ ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്നു. തർക്കമുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. ഷീലയ്ക്കും സുകുമാരനും 35,000 രൂപയായിരുന്നു പ്രതിഫലം. നസീർ സാറിന് 1 ലക്ഷം ശമ്പളം, അതിൽ വാങ്ങിയതിൽ നിന്ന് 25,000 രൂപ മടക്കി തന്നു എന്നൊക്കെ ബാലുകിരീത്ത് പറയുന്നത് 100% തെറ്റാണ്. അദ്ദേഹം എവിടെയൊക്കെയോ ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞു. 1 ലക്ഷം രൂപ തന്നിട്ട് ആലൊക്കെ വാങ്ങിയിട്ട് ഡബ്ബിങ് കഴിഞ്ഞ് പോകാൻ നേരത്ത് നാളെ പ്രൊഡ്യൂസറെയും കൊണ്ട് അമൃത ഹോട്ടലിൽ വരാൻ പറയുകയും ഞാനും നിർമ്മാതാവും കൂടി ചെന്നപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡേറ്റുകൾ ഞാൻ വേറൊരു പടത്തിന് കൊടുത്തു, ആ പൈസ നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് 25,000 രൂപ തിരിച്ചു തന്നു എന്ന് പറയുന്നത് 100% തെറ്റാണ്, അല്ലെങ്കിൽ കള്ളമാണ്. അദ്ദേഹം ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ചോദിച്ച ശമ്പളം 75,000 രൂപയായിരുന്നു. ആ 75,000 രൂപയും അദ്ദേഹം വാങ്ങിച്ചു. പിന്നെ പടത്തിൻ്റെ മുനവർ ഫിലിംസ് നമ്മളെ പറ്റിച്ചു എന്നറിഞ്ഞപ്പോൾ നസീർ സാർ വിളിച്ച്
ഞാൻ ഫ്രീ ആയിട്ട് ഡേറ്റ് തരാം എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷേ അച്ഛന് സിനിമ മടുത്തുപോയി. ഒരു സിനിമ ചെയ്തതോടെ തന്നെ അച്ഛൻ മടുത്തുപോയി. നിർമ്മാതാവ് തങ്കപ്പൻ, അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ ഈ വിളിച്ച ജയകുമാർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പരമേശ്വരൻ നായർ, ബാലു കിരിയത്ത്. പരമേശ്വരൻ നായർ ഒരുപാട് കാലം നസീർ സാറിൻ്റെ ഡ്രൈവറായിരുന്നു. ഇവർ 4 പേരും കൂടിയാണ് അമൃത ഹോട്ടലിൽ പോയി നസീർ സാറിനെ കണ്ടത്, ബുക്ക് ചെയ്തത്. സിനിമാ നിർമ്മാണം റിസ്ക്കാണ്. ഈ പടം ചെയ്യാൻ ഇറങ്ങണോ മിസ്റ്റർ തങ്കപ്പൻ? നല്ല ജീവിതമല്ലേ ഇപ്പോൾ, നിങ്ങൾ ടെസ്റ്റിൽ കൊണ്ട് നന്നായിട്ട് ജീവിക്കുകയല്ലേ? സിനിമ ഒരുപാട് ചതിവുള്ള ഫീൽഡാണ് എന്നൊക്കെ ആര് പറയും? നിങ്ങൾ ആലോചിക്കുക. പടത്തിലെ നായകനായി ബുക്ക് ചെയ്യാൻ ചെന്ന നസീർ സാറ് തകലുകോട്ട അമ്പലത്തിൻ്റെ പ്രൊഡ്യൂസർ തങ്കപ്പനോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ സിനിമ ചെയ്യരുത്, ചതിയന്മാരുടെ കൂടാരമാണ്. മാന്യമായിട്ട് ടെക്സ്റ്റൈലൊക്കെ നടത്തി, തുണിക്കടയൊക്കെ നടത്തി നിങ്ങൾ അന്തസ്സായി ജീവിക്കുന്നു, അത് പോരെ എന്ന് ചോദിച്ചു. ആ ഉപദേശം പക്ഷേ ജയകുമാറിൻ്റെ അച്ഛൻ ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു സിനിമ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് തകലുകോട്ട അമ്പലം ചെയ്തത്. 12 സ്റ്റേഷനിലാണ് എ സെൻട്രൽ റിലീസ് ചെയ്തത്. 6 സ്ഥലത്ത് 25 ദിവസം കളിച്ചു. ഓടാത്ത പടമെന്ന ഇമേജ് ഉണ്ടാക്കി. 5 ലക്ഷം രൂപയ്ക്കാണ് മുനവർ ഫിലിംസ് പടം എഴുതി വാങ്ങിച്ചത്. അതായത് 16 ലക്ഷം രൂപ മുടക്കിയതിന്, 16 ലക്ഷത്തിന് 15,000 രൂപ കുറവ് മുടക്കിയ പടത്തിന് 5 ലക്ഷം രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. ബാക്കി അന്നത്തെ കാലത്ത് തന്നെ 10 ലക്ഷം പോയി. എന്നിട്ടാണ് കള്ളച്ചെക്കും കൊടുത്തത്. ആ 5 ലക്ഷത്തിനാണ് മാറാത്ത ചെക്ക് കൊടുത്ത് 23 വർഷം കേസ് പറഞ്ഞത്. 77-ാം വയസ്സിലാണ് നിർമ്മാതാവ് തങ്കപ്പ സാർ മരിച്ചത്. മരിക്കും മുമ്പ് 5 ലക്ഷം മടക്കി കിട്ടി എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാക്കിയത്. മുനവർ ഫിലിംസ് ബാബയുടെ 13.5 സെൻറ്റ് സ്ഥലം കോടതി ജപ്തി ചെയ്തിട്ടാണ് ആ കാശ് തങ്കപ്പൻ കിട്ടിയത്, പ്രൊഡ്യൂസർക്ക് കിട്ടിയത്. 11 വർഷമായി തങ്കപ്പ സാർ മരിച്ചിട്ട്. സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ എന്നുള്ള പാട്ട് സംഗീതം കൊടുത്തത് ദർശൻ രാമനാണെങ്കിലും യേശുദാസ് പാടാൻ വരുമ്പോൾ അസുഖബാധിതനായി ദർശൻ രാമൻ വിജയ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. സംഗീത രംഗത്ത് ഒരു മാന്ത്രികൻ എന്ന് പറയാവുന്ന ഗുണസിംഗാണ് ആ പാട്ട് ദാസേട്ടനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ചത്. ഗർഭശ്രീമാൻ, നമ്മളെ സൂരജ് വെഞ്ഞാറമൂട് ഗർഭിണിയായിട്ട് അഭിനയിക്കുന്ന ഒരു പടമുണ്ടല്ലോ, ഗർഭശ്രീമാൻ. കുട്ടികളുടെ ചിത്രം ബാല്യം. പിന്നെ ഇപ്പോൾ ശ്യാമപ്രസാദിനെ വെച്ച് കാസിമിൻ്റെ കടൽ. 3 പടങ്ങൾ ജയകുമാർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സിനിമ വിട്ടിട്ടില്ല. എന്നോട് ഒരു ദിവസം ടെക്സ്റ്റൈലിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും വരാം, ഞാൻ വന്ന് കാണാം, ഞാൻ അതിലെ ഒരുപാട് പ്രാവശ്യം പോകുന്ന ആളാണ്, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റൈലിൻ്റെ ബോർഡും കണ്ടില്ല, നിങ്ങളെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു. നല്ല മനുഷ്യൻ. അപ്പോൾ തകലുകോട്ടാമ്പലത്തിൽ ബാലുഗുരുത്ത് പറഞ്ഞ പെശകുകൾ ഇതാ ഇവിടെ തിരുത്തിയിട്ടുണ്ട്. നമസ്കാരം. 30 ദിവസം വേണമെങ്കിൽ ഇപ്പോൾ അമ്മയെക്കുറിച്ച് സംസാരിക്കാം. അത്ര കൂതറയായി മാറി ആ സംഘടനയെ, അതിലെ അംഗങ്ങളെല്ലാം കൂടി. AMMA എന്നൊക്കെ ഒരുപാട് പേര് പറയും. ഞാൻ അമ്മ എന്നേ പറയുള്ളൂ. കാരണം മുരളിച്ചേട്ടൻ അത്രയും ആഗ്രഹിച്ചിട്ട പേരാണ്. അമ്മയുടെ മക്കൾ അലവലാദികളായിപ്പോയതിന് ഈ പല അമ്മമാർക്കും ജനിക്കുന്ന കുട്ടികൾ ഗുണ്ടകളും ചട്ടമ്പികളും ഒക്കെ ആയി മാറുന്നത് അമ്മയുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നതാണ്. ഞാൻ അമ്മ എന്ന് തന്നെ പറയും. പക്ഷേ അമ്മയുടെ മക്കൾ പിഴച്ചുപോയി. കൂതറകൾ, വ്യഭിചാരം, കള്ളം പറച്ചിൽ, ചട്ടമ്പിത്തരം എന്ന് തുടങ്ങി എന്തെല്ലാം ക്രിമിനൽ നൊട്ടോറിയസുകൾ കാണിക്കുന്ന എല്ലാ പണിയും ചെയ്യുന്ന മക്കളായിപ്പോയി. എന്ത് ചെയ്യാം, അമ്മ വളർത്തു ദോഷം എന്ന് മാത്രമേ ഞാൻ പറയൂ. ശാരദക്കുട്ടി എന്ന് പറഞ്ഞ് ഒരു നല്ല എഴുത്തുകാരിയുണ്ട്. കാണാനും നല്ല സുന്ദരിയായ ഒരു ചേച്ചി, അധ്യാപികയാണ്. മലയാളികൾക്ക് സുപരിചിതയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സന്ദേഹമുണ്ട്. പക്ഷേ ബുദ്ധിജീവികൾക്കെല്ലാം അറിയാമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സൈബർ ഇടങ്ങളിൽ അവർ ഉയർത്തുന്ന ചില വിഷയങ്ങളുണ്ട്. കേരളത്തിൽ നടമാടുന്ന ചില സംഭവ വികാസങ്ങളിൽ അവരുടേതായ കാഴ്ചപ്പാടിൽ ഭംഗിയായി സംസാരിക്കുന്നവരാണ് ശാരദക്കുട്ടി. പരിമല ദേവസ്വം ബോർഡ് കോളേജിലെ അധ്യാപികയായിരുന്നു. കവിതയിലെ ബുദ്ധദർശനം എന്ന വിഷയത്തിൽ MG സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയവരാണ് ശാരദ ടീച്ചർ. ശാരദ ടീച്ചർ എന്ന് പറഞ്ഞാൽ പോലെ ശാരദക്കുട്ടി ടീച്ചർ.
പെണ്ണ് കൊത്തിയ വാക്കുകൾ, പ്രണയത്തടവുകാരൻ, പെൺവിനിമയങ്ങൾ, എതിർവാക്കുകൾ തുടങ്ങിയ പെൺപക്ഷവാദി ആയ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ശാരദക്കുട്ടി ടീച്ചർ. മലയാള സാഹിത്യ നിരൂപണ രംഗത്തും പരിഭാഷകയായും ഒക്കെ അവർ ആക്റ്റീവായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. വയനാട് ചൂരൽമല സന്ദർശനത്തിന് ചെന്ന മമ്മൂട്ടി കൂടെ അനുഗമിച്ച CPM ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞതിനെ ഭംഗിയായി വിമർശിച്ച എഴുത്തുകാരി കൂടിയാണ് ശാരദക്കുട്ടി. നമ്മളും പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ സതീഷ് മേനോൻ്റെ പക്ഷം പിടിച്ച് ചാടിയ മമ്മൂട്ടിക്ക് വിഴിഞ്ഞം തുറമുഖം മറിച്ചു വിൽക്കുന്നതിലോ PM ശ്രീ പദ്ധതിയിൽ സൗജന്യമായി സർക്കാർ കൊടുക്കുന്ന വീടിൻ്റെ പള്ളയിൽ ഇത് പ്രധാനമന്ത്രി തന്നതാണ് എന്ന് എഴുതി വയ്ക്കണമെന്ന് സമ്മതിച്ചതോ ഒന്നും മമ്മൂട്ടിയെ പോലെ ഒരാളിന് ബാധകമേ അല്ല. അതിന് ഞാൻ തോന്നും, എനിക്കെന്ത്, വല്ല പിച്ചക്കാരന്മാർക്കും വെച്ച് കൊടുക്കുന്ന വീട്ടിൽ പ്രധാനമന്ത്രി തന്ന വീടാണെന്ന് സൗജന്യമായിട്ട് തന്നതാണെന്ന് എഴുതി വയ്ക്കുന്നതിന് ഞാൻ എന്താ വേണ്ടേ? അദാനിക്ക് വിഴിഞ്ഞം തുറമുഖം 13,500 കോടിക്ക് MCS കപ്പൽ മുതലാളിക്ക് അത് ഷെയർ വിറ്റെങ്കിൽ ഞാനെന്ത് വേണം എന്നായിരിക്കും അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹം ചോദിക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം, സതീശനാണ് സതീശനെന്ന് ആൻഡ്രോ ജോസഫിൻ്റെ ഒപ്പം യോഗത്തിൽ പങ്കെടുത്ത് പറഞ്ഞാൽ ഞാൻ സതീശ ഭക്തനാണെന്ന് സംശയിക്കില്ലേ എന്ന് മമ്മൂട്ടിക്ക് തോന്നിയില്ല. ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറി നടന്നാൽ ഞാൻ ചുവപ്പനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. പക്ഷേ സതീശൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നാട്ടിൽ സ്വീകരണം കൊടുക്കുന്നിടത്ത് എന്ന് സതീശനാണ് സതീശൻ എന്ന് പ്രസംഗിച്ചാൽ ഞാനൊരു കോൺഗ്രസ്സുകാരനായോ എന്ന് ആരും സംശയിക്കില്ല എന്ന് പുള്ളിക്ക് തോന്നുന്നു. ഇതൊക്കെ പിണറായി വിജയൻ ബുദ്ധിയുള്ള ആളാണെന്നാണ് ഞാൻ കരുതുന്നത്. സത്യത്തിൽ അദ്ദേഹം ഒരു പാവം മണ്ടനാണ്. ഇതുപോലുള്ള കുറേ എണ്ണത്തിനെ പുള്ളി വിശ്വസിച്ച് കൊണ്ടു നടക്കുന്നു. മനസ്സിലായില്ലേ? കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ വയനാട് ജില്ലാ സെക്രട്ടറി കൂടെ നടന്നാൽ ഞാനൊരു ചുവപ്പനാണെന്ന് ജനം സംശയിക്കുമെന്ന് മമ്മൂട്ടിക്ക് തോന്നി. അയാളെ ശാസിച്ചു. ജില്ലാ സെക്രട്ടറി കാണിച്ച വിവരക്കേടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരസ്യമായി മാപ്പും പറഞ്ഞു. അന്നാണ് എനിക്ക് പിണറായി വിജയനോട് വില പോയത്. മമ്മൂട്ടിയുടെ കൂടെ പറയാണ് ജില്ലാ സെക്രട്ടറി കാണിച്ച തെറ്റിന് ഞാൻ മാപ്പ് പറയുന്നു, ഒരു മുഖ്യമന്ത്രി. പക്ഷേ ശാരദക്കുട്ടി നന്നായി 4 കൊടുത്തു അന്ന് തന്നെ മമ്മൂട്ടിക്ക്. ജില്ലാ സെക്രട്ടറി കൂടെ നടന്നപ്പോൾ സ്ക്രീനിലെ സുന്ദര പുരുഷന് ഒരു നിമിഷം തോന്നിപ്പോയതാണ് മറച്ചു വയ്ക്കാൻ കഴിയാത്ത ഒരു വിറയൽ, അത്രയേ ഉള്ളൂ എന്നാണ് ടീച്ചർ അതിനെപ്പറ്റി പറഞ്ഞത്. ഒടിയുന്നത് എന്തിനാടാ ഭീമ, ഗതയോ നമ്മുടെ വാലോ എന്ന് എഴുതിയതാണ് അന്ന് ടീച്ചർ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഒടിയുന്നതെന്നടാ ഭീമ. അന്ന് ടീച്ചർ ആ പോസ്റ്റ് അവസാനിപ്പിച്ചത് വായിച്ചപ്പോൾ എനിക്ക് അറിയാതെ ചിരി വന്നു. ജനങ്ങളുടെ ടൗൺഷിപ്പ് എന്നാണ് മമ്മൂട്ടി ചൂരൽമലയിലെ കെട്ടിട സമുച്ചയങ്ങളെപ്പറ്റി പറഞ്ഞത്. ജില്ലാ സെക്രട്ടറിയെ മമ്മൂട്ടി മാറ്റി നിർത്തിയതിനെ അന്ന് UDF ആയുധമാക്കി. എന്നാൽ ജനങ്ങളുടെ ടൗൺഷിപ്പ് കഴിഞ്ഞ 2 മാസമായി എന്ത് സംഭവിച്ചെന്ന് മമ്മൂട്ടി തിരക്കിയില്ല, തിരിഞ്ഞു നോക്കിയതില്ല. ഒന്ന് പോയി നോക്കാത്തത്. സതീശൻ മേനോൻ അധികാരമേറ്റ ശേഷം ചൂരൽമലയിലെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയുണ്ടെന്ന് മമ്മൂട്ടി പോയി നോക്കണമായിരുന്നു. അതിൽ പിണറായിക്ക് പരിഭവവുമില്ല. ഇതാണ് ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥ. പക്ഷേ ശാരദക്കുട്ടി നന്നായി കുറച്ച് പറഞ്ഞു. സിനിമയെ വല്ലാതെ സ്നേഹിക്കുന്ന മനസ്സാണ് ഈ ടീച്ചർക്കെന്ന് തോന്നുന്നു. മോഹിനിയാട്ടം സിനിമ കണ്ടിട്ട് കലാരഞ്ജനിക്ക് വേണ്ടി കാലം തീരുമാനിച്ചു വെച്ച സമയം ഇതായിരുന്നുവെന്നും തേങ്ങാമുറയും കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ കയ്യിൽ വെച്ച് നിൽക്കുന്ന ഒറ്റ സീൻ മതി അഭിനയത്തിൽ ഉർവശിയുടെ ചേച്ചിയാണവർ എന്ന് തലകുലുക്കി സമ്മതിക്കാൻ എന്നാണ് ശാരദക്കുട്ടി കലാരഞ്ജനിയുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞത്. പടം വിട്ട് പുറത്തു വരുമ്പോഴും ഇതിനു മുൻപ് ഞാൻ ചിരിച്ചിട്ടുള്ളത് സിദ്ദിഖ് ലാൽ സിനിമ കണ്ടിട്ടാണെന്നും അവർ തുറന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത നിങ്ങളുടെ അച്ഛനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വയലാർ ശരചന്ദ്രവർമ്മയെ ആലിംഗനം ചെയ്തവരാണ് ശാരദക്കുട്ടി. ഞാൻ നിങ്ങളുടെ അച്ഛനെ കണ്ടിട്ടില്ല, ആ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ശരത്തിനെ കെട്ടിപ്പിടിച്ചു. അവർ തമ്മിൽ മാസങ്ങളുടെ എന്തോ വ്യത്യാസമുള്ളൂ. പക്ഷേ വയലാർ ശരചന്ദ്രവർമ്മ ശാരദക്കുട്ടി ടീച്ചറെ വിളിക്കുന്നത് ഒരു എന്താ പറയുക, ഒരേ വർഷം പിറന്നവരാണെങ്കിലും വയലാറിൻ്റെ മകൻ അവരെ വിളിക്കുന്നത് ചേച്ചി എന്നാണ്.
അതൊരു ബഹുമാനം കൊണ്ടായിരിക്കും. ഞാനത് മനസ്സാ സ്വീകരിക്കുന്നുണ്ടെന്നും അതിരുകളില്ലാതെ സ്നേഹിക്കാൻ വയലാറിൻ്റെ മകന് കഴിയുമെന്നും എന്നെ ഇത്രയ്ക്ക് ആത്മാനുരാഗിയാക്കിയതിൽ വയലാറിനുള്ള പങ്ക് ഓർത്ത് അതങ്ങ് ക്ഷമിക്കുക എന്നുമൊക്കെ ടീച്ചർ കുറിച്ചിട്ടുണ്ട്. നമ്മുടെ സിനിമാ ചാനലിൽ ശാരദകുട്ടി ടീച്ചറെ പറ്റി ഇത്രയും വിശദമാക്കിയത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മുടെ സിനിമയെ, സിനിമാക്കാരെ, സിനിമാ രംഗത്തെ സസൂക്ഷ്മം പഠിക്കുന്നവരിൽ ഒരാളാണ് ശാരദകുട്ടി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അനുദിനം സിനിമയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന, പ്രതികരിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്ന ബോധ്യം ആദ്യം വരേണ്ടത് സിനിമാക്കാർക്കാണ്. പക്ഷേ അവർക്ക് ആ ചിന്ത ഇല്ലേയില്ല. അമ്മയിൽ കുറേ ദിവസമായി നടക്കുന്ന കേട്ടുകേൾവിയില്ലാത്ത ചക്കളത്തി പോരാട്ടം എല്ലാ സീമകളും ലംഘിച്ച് മതമിളകിയ ആനയെപ്പോലെ നീങ്ങുകയാണ്. ചങ്ങലക്കിടാൻ കഴിവുള്ള പാപ്പാന്മാർ മൗനീഭാവങ്ങളായി ആന കാണിക്കുന്ന അല്ലെങ്കിൽ ആനകൾ കാണിക്കുന്ന വിക്രിയകൾ നോക്കിയിരിക്കുന്നു. അമ്മ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു. ഈ അന്തരീക്ഷത്തിലാണ് കൃത്യമായ ഒരു നിരീക്ഷണക്കുറിപ്പ് ശാരദകുട്ടി എഴുതിയിരിക്കുന്നത്. എൻ്റെ ധാരണ, അമ്മയിൽ അംഗത്വമുള്ള ഒരാളും ടീച്ചറുടെ ബന്ധുക്കളല്ല, അമ്മയിൽ അംഗത്വം എടുക്കാൻ അവർ അഭിനേത്രിയുമല്ല. അപ്പോൾ അവരുടെ നിരീക്ഷണത്തിന് പ്രസക്തി ഏറുന്നു എന്ന് ഞാൻ പറയും. ഇളക്കി വിട്ടവർ പോലും ലജ്ജിച്ച് പോകുന്ന തരം ഓവർ ആക്ടിംഗ് ആണ് ഇപ്പോൾ എല്ലായിടത്തും. തല നിറയെ വർഗീയ വിഷവും വായ നിറയെ അസഭ്യ അശ്ലീലങ്ങളും മനസ്സ് നിറയെ സദാചാര നാട്യങ്ങളും ഒളിഞ്ഞു നോട്ടത്തിൻ്റെ അപാര സാധ്യതകളും കൈമുതലായുള്ള ഒരു പ്രത്യേക തരം വേഷമാണ് ഇന്ന് അമ്മയിലെ പലർക്കുമുള്ളത്. ആരുടേതാണ് ആ വേഷം എന്ന് ടീച്ചർ പറയുന്നില്ല. വായിക്കുന്നവർക്ക് ഭംഗിയായി ആ വേഷക്കാരിയെ അറിയാം, അല്ലെങ്കിൽ ആ ആട്ടക്കാരിയെ അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ഈ അടുത്ത കാലത്ത് നമ്മുടെ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ സാറ് എന്നെ വിളിക്കുകയുണ്ടായി. പാഷ സാറ് ആണെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഞാനൊന്ന് ഞെട്ടി. കോടതിയിൽ പ്രതികളെയും അവരുടെ വക്കീലന്മാരെയും വിറപ്പിച്ച ന്യായാധിപൻ ഒരു സന്ധ്യയ്ക്ക് എന്നെ വിളിക്കുന്നു. ദിനേശ്, നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഞാനും ഭാര്യയും സ്ഥിരമായി കാണാറുണ്ട്. ഭംഗിയായി നിങ്ങൾ അവതരിപ്പിക്കുന്നു. ഒരു കാര്യം ദിനേശ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങൾ പറയുമ്പോൾ ഡയറക്റ്റായി ഒരാളുടെയും പേരുകൾ പറയരുത്. എന്നാൽ പറയുന്നത് ഇന്ന ആളിനെ കുറിച്ചാണെന്ന് സൂചനകൾ നൽകുകയും വേണം. അല്ലെങ്കിൽ കേസുകളിൽ ചെന്ന് പെടും താങ്കൾ. ഇതാണ് കമാൽ പാഷ സാർ എനിക്ക് തന്ന ഉപദേശം. കമാൽ പാഷ സാറിൻ്റെ ഉപദേശം കേട്ട നാൾ മുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ അലർട്ടാവാറുണ്ട്. പലരുടെയും പേരുകൾ സൂചനകളിൽ കൂടി മാത്രം പറയാൻ ഞാനിപ്പോൾ ശ്രമിക്കാറുണ്ട്. കോടതികളിൽ പോയി നിന്ന് ശരിക്കു പറഞ്ഞാൽ ഞാൻ മടുത്തു. ശാരദകുട്ടി ടീച്ചറിൻ്റെ കുറിപ്പിൽ ഈ സൂചന ഉള്ളതുപോലെ തുടക്കത്തിൽ തോന്നി. ഹിന്ദുവോ ഇസ്ലാമോ ക്രിസ്ത്യാനിയോ ആരായാലും അവരിലെ വർഗീയവാദികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സമൂഹമാണ് ഇന്ന് നമ്മുടേത് എന്നാണ് ടീച്ചർ പറയുന്നത്. ഈ അപകടകാരികളെ ഒറ്റുകൊടുക്കുന്നത് അവർ പിന്തുടരുന്ന മതവിശ്വാസങ്ങളല്ല, മറിച്ച് അവർ വമിപ്പിക്കുന്ന വിഷമാണ്. അൻസുബ എന്ന നടി അത്തരത്തിൽ ഒരു അപകടകാരിയല്ല. വിവേകത്തോടെ ഭാഷ ഉച്ചരിക്കുന്ന അവരുടെ വാക്കുകളിലെ തെളിമ അതിന് സാക്ഷ്യം പറയുന്നുണ്ട്. ടീച്ചർ പക്ഷേ അമ്മ എന്നല്ല പറയുന്നത്, AMMA എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് AMMA ഒരു സ്റ്റേജ് ഷോയിലോ വാർഷികത്തിനോ മറ്റോ കൈവിട്ട് കളിക്ക് വേണ്ടി നടിമാരെല്ലാം കൂടി സ്റ്റേജിൽ കയറാൻ നിൽക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്ന പേരിൽ ഒരു ഐറ്റം കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ് ആർക്കോ വേണ്ടി വർഗീയ കോമരം തുള്ളൽ കച്ചകെട്ടി ഇറങ്ങിയതാണ് മറ്റേ നടിയെന്ന്. എന്തായിരുന്നു പെർഫോമൻസ്! അത് പരതി നോക്കി നിങ്ങളത് കണ്ടു നോക്കണം കേട്ടോ. അതിൻ്റെ ആക്ഷനൊക്കെ, ആ പ്രാർത്ഥന ഒന്ന് കാണേണ്ടതാണ്. മൗലിക ചിന്തയുടെ
ഒരു തരി പോലും അവരുടെ വാക്കുകളിലോ പെരുമാറ്റത്തിലോ ഇല്ല. ആകെ മൊത്തം അഭ്യാസങ്ങളാണ്. ശ്വാസം ഡീപ്പായി അകത്തെടുത്തും സ്ലോ ആയി പുറത്തു വിട്ടും കണ്ണിറുക്കി അടച്ച് പറന്ന് നാമജപം പോലെ എന്തൊക്കെയോ പെറുപുറത്തും ഇവർ വിഡ്ഢിവേഷം കെട്ടുമ്പോൾ ബീന ആൻ്റണിയും നീന കുറുപ്പും സജിത ബേട്ടിയും ചിരി അടക്കാൻ പാടുപെടുകയാണ് എന്ന് വീഡിയോയിൽ വ്യക്തമെന്നാണ് ടീച്ചർ പറയുന്നത്. വികൃതമായുള്ള ചേഷ്ടകളും ഗോഷ്ഠികളും കൊണ്ട് അവർ കയറി ചെല്ലുന്ന ഇടമെല്ലാം ദുർഗന്ധം പരത്തുകയാണ്. ഇത് കേവലം AMMAയുടെ ഒരു ഉൾപ്രശ്നം മാത്രമായി കാണുന്നത് വലിയ അപകടമാണ്. ഇവരെങ്ങനെ AMMAയുടെ ഭാരവാഹി സ്ഥാനത്തെത്തി എന്ന് ചിന്തിച്ചെടുക്കാൻ പാളിപ്പോയ ആ BJP സ്ഥാനാർത്ഥിത്വം വരെ പോലും കാത്തിരിക്കേണ്ടി വന്നില്ല. ഒക്കെ സ്വയം അങ്ങ് വെളിപ്പെട്ട് വരികയായിരുന്നു. ഇളക്കി വിട്ടവർ പോലും ലജ്ജിച്ചു പോകുന്ന തരം ഓവർ ആക്ടിങ്ങാണ് എല്ലായിടത്തും. തല നിറയെ വർഗീയ വിഷവും വായ നിറയെ അസഭ്യ ശീലങ്ങളും മനസ്സ് നിറയെ സദാചാര നാട്യവും ഒളിഞ്ഞു നോട്ടത്തിൻ്റെ അപാര സാധ്യതകളും കൈമുതലായുള്ള ഒരു പ്രത്യേക തരം വേഷമാണത്. ആരുടെയൊക്കെയോ മുറിയിൽ ആരൊക്കെയോ വന്നു പോയാൽ ഇവർക്കെന്താ ഛേദം? ആർക്കെങ്കിലും വിവാഹബന്ധം വേർപെടുത്തിയാൽ ഇവർക്കെന്താ ഛേദം എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. പുറത്തുനിന്ന് വർഗീയ വിഷം അകത്തേക്ക് കയറ്റിവിടാനുള്ള ഏറ്റവും മികച്ച വാഹനത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഒരാളിൽ ചേർത്ത് ഒത്തു നിൽക്കുകയാണ്. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ യോഗ്യത. ഒന്നും അറിയില്ലെങ്കിൽ എന്താ? ഇപ്പം കുഴപ്പമെന്ന ആ അഴകുഴമ്പൻ ഭാവമുണ്ടല്ലോ, അത് അവരുടെ അലങ്കാരമാണ്. നാണമോ നാണക്കേടോ തിരിച്ചറിയാത്ത ഒരാൾ ആ സംഘടനയ്ക്ക് ഭൂഷണം തന്നെ. ഇവരെ വിളിച്ചു വരുത്തി വായ തുറപ്പിച്ച് ആളെ കൂട്ടുന്ന ആ ചാനലുണ്ടല്ലോ, അതിനെയാണ് ആദ്യം പൂട്ടിക്കേണ്ടത്. വകതിരിവുള്ള ആർക്കെങ്കിലും അവരോട് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. AMMAയിലെ കൊല്ലക്കൊമ്പന്മാർക്ക് ഇതിലും മികച്ച ഒരംഗത്തിന് കിട്ടാൻ സാധ്യതയുമില്ല. അൻസിബയെ പോലെ വിവേകമതിയായ ഒരു പെൺകുട്ടിയെ നേരിടാൻ കുറേ ചാണകമോ മനുഷ്യ വിസർജ്യമോ കയ്യിലുണ്ടെന്ന അഹങ്കാരം മതിയാകില്ല. ശാരദക്കുട്ടിയുടെ കുറിപ്പ് കുറുക്കിക്കൊള്ളുന്ന വിലയിരുത്തലാണ്. പക്ഷേ പക്ഷപാതപരമല്ലാതെയുള്ള നിരീക്ഷണവുമാണ്. അമ്മ എന്ന സംഘടന പേപ്പട്ടിക്ക് മുറിവ് വന്ന് പുഴുത്ത അവസ്ഥയിലാണിപ്പോൾ. പൊതുവെ അമ്മയെ പൊതുജനം പരമപുച്ഛത്തോടെയാണ് കാണുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് തിലകൻ അടക്കമുള്ളവർ നൽകിയ സംഭാവന ചെറുതുമല്ല. അമ്മയെ താറടിച്ച് കാണിച്ചതിൽ തിലകൻ നല്ല സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോഴും ഒന്ന് പറയണം, ഈ അവസാന കമ്മിറ്റിയെ പോലെ സംഘടനയിൽ ഇരുന്നു കൊണ്ട് സംഘടനയെ ക്രമിച്ച മറ്റൊരു കമ്മിറ്റി വന്നിട്ടേയില്ല അമ്മ ജനിച്ചതിന് ശേഷം ഇതുവരെ. ഒരു ചാരിറ്റി സംഘടനയുടെ നിയമാവലിയെപ്പറ്റി ചുക്കോ ചുണ്ണാമ്പോ എന്ന് അറിയാത്ത ഒരു പ്രസിഡൻറ്റും അമ്മ ജനറൽ സെക്രട്ടറി എന്നാൽ എന്തോ വലിയ പോസ്റ്റാണെന്ന് ധരിക്കുന്ന ഒരാളും ഒരു വായിക്കും കൊള്ളാത്ത കമ്മിറ്റിക്കാരും കൂടി പൊതു ഇടത്തിൽ അപഹാസ്യമാക്കി അമ്മ എന്ന സംഘടനയെ. ദേഹം മുഴുവൻ നുണ പറയാനുള്ള നാവ് ഫിറ്റ് ചെയ്ത ഒരുത്തി മറ്റു രംഗത്തെ നിലവാരമില്ലാതെ ശപിച്ചും തെറി പറഞ്ഞും ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അവളെ നിലയ്ക്ക് നിർത്താൻ പ്രസിഡന്റ് മാഡത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ ഇത്ര താഴെ പോയ അവസ്ഥ അമ്മയ്ക്ക് വരില്ലായിരുന്നു. കാള പോലായ ഒരുത്തൻ ഒരു പ്രോഗ്രാം റിഹേഴ്സൽ നടക്കുന്നിടത്ത് ഒരു പെണ്ണിനെ മുട്ടുകയറ്റി ഇടിക്കുമെന്നും നിൻ്റെ അമ്മയുടെ എന്നൊക്കെ അലറിയപ്പോൾ, എടാ പോട്ടാ, ഇത് ചന്തയല്ല, മഹാരഥന്മാർ ഇരുന്ന അഭിനേതാക്കളുടെ സംഘടനയാണ് എന്ന് പറയാൻ പറ്റുന്ന ഭരണാധികാരികൾ അല്ലായിരുന്നു അമ്മ ഭരിച്ചത്. അത് ജോയി മാത്യു ആയാലും ശ്വേതാ മേനോനായാലും കുക്കു പരമേശ്വരനായാലും ഉണ്ണി ശിവപാലായാലും ഒരു ചൊക്കിനും കൊള്ളാത്തവരെന്ന് തെളിയിച്ചു. അല്ലെങ്കിൽ മുട്ടുകയറ്റി ഇങ്ങനെ ഇവിടം വെച്ച് മുട്ടുകയറ്റി ഇടിച്ചു വരും നിൻ്റെ അമ്മേരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണത്തുള്ളവന്മാരാണെങ്കിൽ തിരുത്തിയനെ. ഈ പറഞ്ഞ രണ്ടെണ്ണത്തിനെയും അന്ന് നിലയ്ക്ക് നിർത്തിയിരുന്നുവെങ്കിൽ
ഈ 2 വിവരദോഷികളും അൻസുബയുടെ തോളിൽ കയറില്ലായിരുന്നു. അതിന് പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആകുന്നവർക്ക് നട്ടല്ലും കോമൺ സെൻസും സംഘടനയോട് കൂറും അംഗങ്ങളോട് പേടിയുമൊക്കെ വേണമായിരുന്നു. അതില്ലാതെ പോയി. സകലമാന വ്യവഹാരങ്ങളിലും പെണ്ണുപിടിയിലും കുടുംബം കലക്കലിലും പണം തട്ടലിലുമൊക്കെ ചെന്നുപെടുന്ന മാന്യനായ ഒരുത്തൻ പാലക്കാട്ടുണ്ട്. മോഹൻലാലിനെ തൊലച്ച ഒരു സംവിധായകൻ, MT വരെ പറ്റിച്ചയാൾ. അയാൾ ഈ പറയുന്നവളുടെ കെട്ടിയോൻ്റെ ചേട്ടനാണെന്ന് പറയുന്നു, ബന്ധുവാണെന്ന് പറയുന്നു. അയാൾ കേസുകളിൽ കുരുങ്ങുമ്പോൾ ഊരുന്ന വഴികൾ അറിയാം എന്നതിനാൽ, കാരണം ഒരുപാട് കോടതികളിൽ കേസ് പറ്റിപ്പും തട്ടിപ്പിൻ്റെയും കേസുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ ഊരണം എന്ന് അയാൾക്കറിയാം. അതുകൊണ്ടായിരിക്കണം അനുജത്തിക്ക് ജനറൽ ബോഡി മുതൽ രാജിവെച്ചത്, ജനറൽ ബോഡിയുടെ മുന്നിൽ രാജിവെച്ചത്. പുല്ലേ മാത്രം, നീ ഓഫീസിൽ കയറി ഇരിയടി, ഒരു ഷണ്ടനും നിന്നെ ഒരു പുല്ലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. 2, ഒരു അമ്പല മുതലാളി 75 ലക്ഷം ചുമ്മാ കൊടുക്കാമെന്നേറ്റല്ലോ. കിടിച്ചു കാണിച്ചാൽ വേണേൽ 2 കോടി വേണമെങ്കിലും എനിക്ക് ഈ അമ്പല കമ്മിറ്റി മുതലാളി തരും എന്ന അഭിമാനത്തോടെ പറഞ്ഞല്ലോ പരസ്യമായിട്ട് അമ്മയുടെ പ്രസിഡൻറ്റ്. സകലമാന തരികിട പരിപാടികളും കണ്ടിരിക്കുന്നവനാണ് കക്ഷി. ഒരു ജോലിക്കും പോവാതെ മൂന്നാനായി നടക്കുന്ന കോട്ടും സൂട്ടും ഇട്ട മഹാൻ. അയാൾ പറഞ്ഞിരിക്കാം, ജനറൽ ബോഡിയിലും കുറേ മാപ്രകളോടുമല്ലേ നീ രാജിവെച്ചതെന്ന് പറഞ്ഞത്. മല്ലികയും മറ്റേ കൊലസ്ത്രീയും നീ പറഞ്ഞത് കേട്ട് രാജിവെച്ചത് മെയിൽ ചെയ്തത് വെട്ടിലായതുപോലെ നീ മണ്ടത്തരം കാണിച്ചില്ലല്ലോ. ആ പേടിത്തൊണ്ടൻ MLA വിളിച്ച് നാളെ മുതൽ ഞാൻ ആഫീസിൽ കാണും, അവിടെ വന്നാൽ നമുക്ക് കഥ പറഞ്ഞ് ഇക്കിളി ചിരിച്ചിരിക്കാം എന്ന് പറയാൻ കൽപ്പിച്ച് കാണും. കേൾക്കേണ്ട താമസം ആ പേടിത്തൊണ്ടൻ ഞാനില്ലേ എന്നും പറഞ്ഞ് ആ പേടിത്തൊണ്ട MLA രാജിവെച്ച് പോയി. 17 എണ്ണത്തെ തിരഞ്ഞെടുത്തവർ കണ്ണിൽ കാണുന്നിടത്ത് വെച്ച് ചോദിക്കണം, നീയൊക്കെ ഉണ്ണാക്കന്മാരാണോ എന്ന്. ഒരുത്തിക്ക് തോന്നുമ്പോൾ രാജിവെക്കാനും അവൾക്ക് തോന്നുമ്പോൾ തിരിച്ചു വരാനും അമ്മയുടെ ആഫീസ് വഴിയമ്പലമല്ല എന്ന് ഈ 17 എണ്ണത്തിനെയും രാജിവെക്കാത്ത ഒരു 17 എണ്ണത്തിൽ 2-3 എണ്ണമൊക്കെ രാജിവെച്ചു. ജോയ് മാത്യു രാജിവെച്ചു, ജയൻ ചേർത്തല രാജിവെച്ചു, അങ്ങനെ ആരൊക്കെയോ 2-3 പേര് രാജിവെച്ചു. ബാക്കി കാണുന്ന ഉണ്ണാക്കന്മാരെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കണം, നീയൊക്കെ എന്താ രാജിവെക്കാത്തത്? കാര്യം എന്തൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും ആ ജോയ് മാത്യു ഒരു നല്ല കാര്യമാണ് ചെയ്തത്. രാജിവെച്ചിടത്ത് ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, സംഘടന പൊതുജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായി തീരാനുള്ള പ്രധാന കാരണം താനടക്കമുള്ള പുതിയ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് എന്ന് ജോയ് മാത്യു തുറന്നു പറഞ്ഞു. ഭരണസമിതിയിലേക്ക് വരുന്നവരുടെ ഈഗോയും വലിയ അധികാരമോഹവും സംഘടനയെ പരിഹാസ്യമാക്കിയെന്നും ജോയ് മാത്യു പറഞ്ഞു. അശേഷം ജനാധിപത്യ ബോധമില്ലാത്ത ഒരു സംഘത്തിൽ യാതൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു. മികച്ച പ്രവർത്തനവും ആരോഗ്യകരമായ ചർച്ചകളും തീരുമാനവും പ്രതീക്ഷിച്ച് തന്നെ തിരഞ്ഞെടുത്ത അമ്മ അംഗങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും രാജിക്കത്തിൽ എഴുതാൻ ജോയ് മാത്യു മാന്യത കാണിച്ചു. ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ രാജിവെക്കുന്നത് ഈ 17 അലവലാതികളുള്ള സംഘടന എക്സിക്യൂട്ടീവിൽ നിന്ന് മാത്രമാണല്ല, അമ്മയിൽ നിന്നല്ല എന്ന് അണ്ടർലൈനിട്ട് തന്നെ ജോയ് മാത്യു പറഞ്ഞു. കൊരങ്ങൻ്റെയിൽ പൂമാല കിട്ടിയ കണക്ക് ജോയ് മാത്യുവിൻ്റെ കത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം അറിയാതെ കിണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭവതി. ജോയ് മാത്യു തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒരുപാട് തെറി പറയുന്നവൻ, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, കള്ളൻ, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കുന്നുവെങ്കിലും ജോയ് മാത്യു അഭിനന്ദനം അർഹിക്കുന്നു. അമ്മ മുൻപൊന്നും നേരിടാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന ആരൊക്കെയോ ജോയ് മാത്യുവിന് പിന്നാലെ രാജിവെച്ച് പോയി. വിവരമുള്ളവർ, സ്വന്തമായി അഭിപ്രായമുള്ളവർ എന്നൊക്കെ നമ്മൾ കരുതുന്ന സന്തോഷ് കീഴാറ്റൂർ പോലുള്ള മഹാന്മാർ രാജി എഴുതി പ്രസിഡന്റ് പെണ്ണുമ്പിള്ളയുടെ മുഖത്തെറിയുന്നില്ല. എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് എനിക്കറിയില്ല. ഞാൻ സന്തോഷ് കീഴാറ്റൂരൊക്കെ വ്യക്തിത്വമുള്ളവൻ, ചിന്തിക്കുന്നവൻ, വായിക്കുന്നവൻ, വിവരമുള്ളവൻ എന്നൊക്കെയാണ് കരുതിയത്. ഒന്നുമല്ല എന്ന് അയാൾ തെളിയിച്ചു. അല്ലെങ്കിൽ അയാൾ രാജിവെച്ചേനെ. കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും എക്സിക്യൂട്ടീവിൽ. എന്താവാം അതിന് കാരണമെന്ന് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയ 2-3 അറിവ് ഇരിപ്പുണ്ട്, ഒരു മെസ്സേജിൻ്റെ കാര്യമൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അതാണോ എന്ന് എനിക്കറിയില്ല. ജനറൽ ബോഡിയുടെ തലേന്ന് വരെ പരസ്പരം പോർ വിളിച്ച ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. എന്താ ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയോ? കമ്മിറ്റിയിലുള്ള ഭൂരിപക്ഷം രാജി എഴുതി കൊടുത്താൽ പ്രസിഡന്റ് എന്ന മാഡം അമ്മയുടെ ഓഫീസിൽ എന്തോ ചെയ്യുമെന്ന് പോലും ഈ ജനറൽ സെക്രട്ടറി ആലോചിക്കുന്നില്ല.
17 കമ്മിറ്റി പിരിഞ്ഞു പോയാൽ, രാജിവെച്ച് പിരിഞ്ഞു പോയാൽ ഇവർ അമ്മയുടെ ആഫീസിൽ ഇപ്പം കോടതിയുടെ പിൻബലത്തിൽ വന്നിരിക്കുന്നില്ല. അവിടെ നിന്ന് എന്തോ ചെയ്യും? ഈ കമ്മിറ്റിയിൽ ഒരു ട്രഷററുണ്ട്, ഉണ്ണി ശിവപാൽ. അയാളെ വീട്ടിലിരിക്കാൻ പറഞ്ഞ മഹതിയാണ് ഈ പ്രസിഡൻറ്റ്. ചെക്കുകളിലോ വൗച്ചറുകളിലോ ജനറൽ ബോഡിക്ക് ശേഷം ഒപ്പിട്ടാൽ ഉണ്ണി ശിവപാൽ കുടുങ്ങും. ഒരെണ്ണത്തിൽ ഒപ്പിടരുത് എന്നാണ് ഉണ്ണി ശിവപാലിനോട് എനിക്ക് പറയാനുള്ളത്. കൈനീട്ടം കൊടുക്കാൻ അദാനിയുടെ കയ്യിൽ നിന്ന് 1 കോടി വാങ്ങിക്കട്ടെന്നേ. ഈ പെണ്ണുമ്പിള്ള ഒന്ന് കിണിച്ചാൽ അദാനിയും അംബാനിയുമൊക്കെ കണക്കിൽപ്പെടാതെ കൂട്ടി വച്ചിരിക്കുന്നതിൽ നിന്നും അമ്മയ്ക്ക് വേണമെങ്കിൽ 15 കോടി കൊടുക്കുമത്രേ. ദല്ലാൾ എവിടെയൊക്കെ കൊണ്ടുപോയി അമ്മയുടെ പ്രസിഡന്റിനെ കണക്ട് ചെയ്തിരിക്കുന്നുവെന്ന് ഈ പ്രോഗ്രാം കാണുന്നവർ ചിന്തിക്കൂ. അതിനപ്പുറം ഞാൻ പറയുന്നില്ല. മോഹൻലാലിനോ മമ്മൂട്ടിക്കോ അദാനിയെ കാണാനൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുമോ? ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ഈ പെണ്ണുപിള്ളയ്ക്ക് അദാനി അംബാനിമാരൊക്കെ അവരൊക്കെയാണ് നല്ല കൂട്ടുകാർ. ജനറൽ ബോഡി തിരഞ്ഞെടുത്ത അഡ്ഹോക്ക് കമ്മിറ്റിക്ക് അമ്മയിൽ തുടരാൻ നിയമസാധുത ഇല്ലത്രേ. ജനറൽ ബോഡിയിൽ പത്ര ക്യാമറകളുടെ മുന്നിൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല അംഗത്വവും രാജിവെച്ചവൾക്ക് അമ്മയിൽ സാധുതയുള്ളൂ എന്നാണ് മുനിസിപ്പൽ കോടതി പറയുന്നത്. നല്ല മുനിസിപ്പൽ കോടതി. ജനറൽ ബോഡി ചുമതലപ്പെടുത്തിയ അഡ്ഹോക്ക് കമ്മിറ്റി കൺവീനറായ ഒരു അമ്മ അംഗവും MLA-യുമായ രമേശ് പിഷാരടിക്ക് അമ്മയെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള യാതൊരു അധികാരവും ഇല്ലെന്നാണ് ഈ മുനിസിപ്പൽ പറയുന്നത്. മേൽക്കോടതിയിൽ പോകാം, പക്ഷേ സംഘടനയെ കോടതി കയറ്റാൻ ഞാനില്ല അത്രേ. ഈ അലസത തന്നെയാണ് മറ്റേ പെണ്ണുപിള്ളയുടെ തുറുപ്പ് ചീട്ട് എന്ന് ഞാൻ പറയും. ഞാനായിരുന്നു അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളെങ്കിൽ ഞാനപ്പോൾ കോടതിയിൽ പോകും. ജനറൽ ബോഡി എന്ന് പറയുന്ന അപ്പർ ബോഡി എന്നെ ചെയർമാനാക്കിക്കൊണ്ട് അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 6 പേരും കൂടി ചേർന്ന് ഒരു 3-4 മാസം കൊണ്ട് അമ്മയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരു ഇലക്ഷനിലേക്ക് പോകും എന്ന് കോടതി പറയാനുള്ള വിവേകം പോലും MLA ആയ രമേശ് പിഷാരടിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഒട്ടും പോകില്ല. കാരണം ഇപ്പോൾ ഓഡിയോ പുറത്ത് വിട്ടേക്കല്ലേ. സത്യത്തിൽ അയാളെ ചീറ്റ് ചെയ്യായിരുന്നു കേട്ടോ, പാവം. അയാളെ ഉമ്മ വയ്ക്കുന്ന പടമൊക്കെ MLA ആയപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ആ കുമ്മം കൊടുക്കുമല്ലോ പരസ്യമായിട്ട്. ആ പടമൊക്കെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം അവർ തമ്മിൽ വ്യക്തിപരമായി ഒരുപാട് ബന്ധമുണ്ടായിരിക്കാം. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് വന്നിട്ടേ കളിയുള്ളതെന്നോ എന്തോ ചോദിച്ചതിന് അവൾ പറഞ്ഞതിനെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് ഈ പാവം രമേശ് പിഷാരടി പറഞ്ഞത് മാത്രം ഇപ്പോൾ പുറത്ത് വിട്ടിട്ട് പാലക്കാട്ടുകാരെ കുറേ തെറി അതിൻ്റെ താഴെ വന്ന ആളുകൾ. പാലക്കാട്ട് വരുന്ന MLA-മാരെല്ലാം പെണ്ണുപിടിയന്മാരാണെന്ന്. എടാ, എന്തായാലും രമേശ് പിഷാരടി ഒരു ഷണ്ടനല്ല, ഗർഭിണിയെ ഗർഭം കലക്കുന്നവനല്ല, ശരീരം വിറ്റ് ജീവിക്കുന്നവനുമല്ല. മനസ്സിലായില്ലേ? ബോംബെയിലെ കഥകളൊക്കെ കേൾക്കണം. എത്ര ലക്ഷത്തിനാണ് വിറ്റ് കാശാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഞാനൊരു ഷൂട്ടിങ്ങിന് പോയ കഥ പറഞ്ഞല്ലോ, ഒരു വലിയ റിസോർട്ടിൽ. അവിടെ ഒരു കരീബിയൻ, ഞാൻ ആ കഥകൾ പറഞ്ഞാൽ കൂടിപ്പോവും. അഡ്ഹോക്ക് കമ്മിറ്റി അധ്യക്ഷൻ വിളിച്ച് സംസാരിച്ചത് ഉടനെ തന്നെ പുറത്തെത്തി. അയാൾ പിഷാരടി സംസാരിച്ച് ആ ഓഡിയോ പുറത്ത് വിട്ടു. ഓഡിയോ ലീക്കല്ല, റിലീസാണെന്ന് പറഞ്ഞ് അതിൽ നിന്നും പിഷാരടി ഊരി. ഇതാണ് ഇപ്പോഴത്തെ അമ്മ. ആണൊരുത്തൻ അമ്മയിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിധി വാങ്ങാമായിരുന്നു. രാജിവെച്ച് അമ്മയിലെ പ്രാഥമിക അംഗത്വം ഉപേക്ഷിച്ച് പോയപ്പോൾ, അല്ലെങ്കിൽ പോയവൾ അമ്മ ഓഫീസിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെല്ലരുത് എന്നൊരു വിധി സമ്മതിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിധിക്ക് കോടതി പോകണമെങ്കിൽ നട്ടല് വേണം. ഇതൊക്കെ പറയുമ്പോഴും 2-3 പെണ്ണുങ്ങൾ കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി ചിലത് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞു. മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പെണ്ണ് പിടിയന്മാർ രാജിവെച്ച് പോയല്ലോ, എന്നിട്ടും മോഹൻലാൽ തന്നെ ഭരിച്ചു എന്നാണ് അംഗത്വം രാജിവെച്ച് പോയ ഭവതി ഇപ്പോൾ വിലപിക്കുന്നത്. മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെച്ച് പോകുമ്പോൾ ജനറൽ ബോഡിക്ക് പിന്നെയും മാസങ്ങളുണ്ട്. അപ്പോൾ രാജിവെച്ച കമ്മിറ്റി തന്നെ അഡ്ഹോക്ക് കമ്മിറ്റിയായി തുടരട്ടെ എന്ന് തീരുമാനിച്ചത് ജനറൽ ബോഡിയാണ്. അതറിയാനുള്ള വിവരം പോലും ഈ മഹതിക്ക് ഇല്ലാതെ പോയി. ശരിക്കും മജിസ്ട്രേറ്റ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അംഗത്വം രാജിവെച്ചവൾ തന്നെ ഭരണം തുടരാൻ ഉത്തരവ് വാങ്ങിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ കോടികൾ കണ്ടെത്തിയ സുപ്രീം കോടതി ജഡ്ജിയോട് തൻ്റെ വീട്ടിൽ ഇത്രയും കോടികൾ എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കാൻ ചുമതല ആ ജഡ്ജിക്ക് തന്നെ കൊടുത്തതുപോലെയായി അംഗത്വം രാജിവെച്ച് പോയവൾക്ക് കോടതി ഭരണാനുമതി നൽകി വീണ്ടും പിടിച്ചിരുത്തിയത്. മജിസ്ട്രേറ്റിൻ്റെ വിധി വന്ന ഉടനെ ഹൈക്കോടതിയിൽ തലയിൽ ആൾ താമസമുള്ള ഒരു വക്കീലിനെ കൊണ്ട് റിട്ട് കൊടുക്കണമായിരുന്നു.
ചലമ്പാണ്ടിറങ്ങി പൊടിയെന്ന് ഹൈക്കോടതി പറഞ്ഞേനെ. അതിന് പോകാൻ ആളില്ല അമ്മയിൽ. അതാണ് അമ്മയുടെ ഇപ്പോഴത്തെ ഗതികേട്. പിന്നെ എന്തു പറയാൻ പറ്റും? അദാനി 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയിൽ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കാനും വീട് വെച്ച് നിൽക്കാനും തയ്യാർ എന്ന് പറയുന്നത് അമ്മയിലെ അംഗമല്ല, എറണാകുളത്ത് നിന്നും മുൻപ് കൗൺസിലറായിരുന്ന ഒരു BJP കൗൺസിലർ പത്മജ മേനോൻ എന്ന് പറഞ്ഞ സ്ത്രീയാണ് പറയുന്നത്. നിങ്ങൾ ശ്വേത മേനോനെ അമ്മയിലിരുത്തിയാൽ അദാനി 15 കോടി രൂപ കൊടുക്കും വീട് വയ്ക്കാനും അമ്മയുടെ ദൈനംദിന ചെലവിനും എല്ലാമായിട്ട്. ഇതെങ്ങനെ പത്മജ മേനോൻ പറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ശ്വേത മേനോൻ എന്ന് പറഞ്ഞ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പറയുമ്പോൾ കോൺഗ്രസ് എന്നേ പറയുള്ളൂ. ഞാൻ കോൺഗ്രസ് അല്ലെന്നേ. ഇവിടെ BJPയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, എൻ്റെ നാട്ടുകാരൻ സുരേഷ്, അയാൾ പറയുന്നു അംഗത്വം എടുത്തിട്ടില്ല, മോഡി ഭക്തയാണ് ശ്വേത മേനോൻ എന്ന് അയാൾ പറയുന്നു പരസ്യമായിട്ട്. അതുപോലെ ഓരോരുത്തരും പറയുന്നു. പക്ഷേ ഈ സ്ത്രീ മാത്രം പറയുന്നു ഞാൻ കോൺഗ്രസ്. ഏത് കോൺഗ്രസ്? സതീശൻ്റെ കോൺഗ്രസ് ആയിരിക്കും. ഒരു മൾട്ടിനാഷണൽ കമ്പനി 15 കോടി വച്ച് നീട്ടുന്നു. ഒരു ദല്ലാൾ 75 ലക്ഷം കൊടുക്കുന്നു. തികഞ്ഞില്ലയിൽ 2 കോടി തരുമെന്ന് അമ്മയുടെ മുൻ പ്രസിഡന്റ് എന്ന് പറയുന്നു. എല്ലാം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അംഗത്വമുള്ള അമ്മയ്ക്കല്ല, ശ്വേതയുടെ വിശ്വാസ്യതയിൽ തരുമത്രേ. അപ്പോൾ ഈ ശ്വേത മേനോൻ ആരാ കക്ഷി? അതാണ് ഞാൻ പറഞ്ഞത്. മുൻപ് ഡീലെല്ലാം ബോംബെയിലായിരുന്നു, അല്ലെങ്കിൽ ബോംബെയിലാണ് എന്ന് 4-5 എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞത് അതാണ്. കച്ചവടം ഉറപ്പിക്കുന്നതും ബോംബെയിലാണ്. നടിയല്ലാത്ത എറണാകുളം കോർപ്പറേഷനിലെ ഒരു BJP മെമ്പർ സ്ത്രീയാണ് അമ്മയ്ക്ക് ആരെല്ലാം ഫണ്ട് തരുമെന്ന് പരസ്യമാക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ടും അറിഞ്ഞിട്ടും ടിനി ടോമും സന്തോഷ് കീഴാറ്റൂരും ഒക്കെ രാജിവെക്കാതെ കൂടെ ഇരിക്കുകയാണ്. കാണുമ്പോൾ അയ്യേ എന്ന് മാത്രമേ യവന്മാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അത്രേ പറയും. ഇതിലുള്ള ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് വേറൊരു മാഡം, നീന കുറുപ്പ്. ഈ ഇപ്പോഴത്തെ ഇഷ്യൂകൾ ഏറ്റവും കൂടുതൽ വഷളാക്കിയത് നീന കുറുപ്പാണ്. അപ്പോൾ ഇത്രയും വിവാദമുയർത്തിയ കക്ഷി ടിനി ടോമിന് വലിയ ഡാമേജ് വരുത്തിയ ആളുമാണ്. മറ്റേ ആരെയും ചീത്ത വിളിക്കുന്ന ആ അലവലാതി പെണ്ണുമ്പിള്ള ഏറ്റവും ശപിച്ചതും നീനയാണ്. അന്ന് ശ്വേത ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്ര വഷളാവില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ അതേ നീനാക്കുറുപ്പ് ശ്വേതയുടെയും കുക്കുവിൻ്റെയും ഗുഡ് ബുക്കിലായി. രാജിയും വയ്ക്കുന്നില്ല, അൻസുബയോടൊപ്പവും ഇല്ല. എങ്ങനെയുണ്ട് നീനാക്കുറുപ്പ്? ഇതും ഇതിലപ്പുറവും ഈ സംഘടനയിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ രസകരമായ ഒരു കാര്യം, ടിനി ടോമും അൻസുബയുമായുള്ള ഇഷ്യൂ, കേരള മുഖ്യമന്ത്രി വരുന്നിടത്തെല്ലാം ചെല്ലുന്ന ടിനി ടോം, മനോജ് എബ്രഹാമുമായി എനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് പറയുന്ന ടിനി ടോം നല്ലൊരു കെണിയിലാണ് ഇപ്പോൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. നീന കുറുപ്പിനെ ചിലപ്പോൾ ഒതുക്കിയിരിക്കാം. അവർ രാജിവെച്ച മറ്റേ അലവലാതി പെണ്ണും പിള്ളയെ മാത്രമല്ലേ ഇപ്പോൾ പരാതി പറയുന്നുള്ളൂ. ടിനിയെ വിട്ടുകളഞ്ഞതായിരിക്കാം നല്ലത് എന്ന് ഞാൻ പറയാം. വാശിയൊന്നും വേണ്ടത്, ഞങ്ങൾ വിട്ടേക്ക്. ടിനിയുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണം അൻസിബയെന്ന് രമേഷ് പിഷാരടി ഒരു നിർദ്ദേശം വെച്ചു അൻസിബയോട്. കോടതി കയറൽ ടിനിക്ക് പരിചയം കാണില്ല, ഞാൻ അനുഭവിക്കുന്നതാണ്. നമ്മുടെ സമയം, നമ്മുടെ പണം, അഭിമാനം എല്ലാം നഷ്ടമാകും പ്രതിപ്പട്ടികയിൽ വന്നാൽ. വർഷങ്ങളോളം നടക്കേണ്ടിയും വരും. ഞാൻ പ്രതിയായ ഒരു കേസ് 8 വർഷം പിന്നിട്ടിട്ടു. ചാർജ് ഷീറ്റ് വായിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഇക്കാലത്തിനിടയിൽ ഒരു 100 തവണയെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്തെ ജില്ലാ കോടതിയിൽ പോയി. വിളിച്ച് മാറ്റി വയ്ക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം. വക്കീലിന് പൈസ, ഗുമസ്തന് പൈസ, നമ്മുടെ സമയവും വേസ്റ്റാവും. ചെന്ന് നിൽക്കുന്നതോ പോക്കറ്റടിക്കാരൻ്റെയും ബലാത്സംഗക്കാരൻ്റെയും കൊലപാതകയുടെയും ഇടയിൽ. കോടതിക്കകത്ത് പ്രതിക്കൂട്ടിൽ കയറിയാലോ നികൃഷ്ട ജീവിയെ പോലെ നമ്മളെ ഒന്ന് നോക്കുക പോലും ഇല്ല ജഡ്ജ് ചെയ്യാൻ. പറഞ്ഞു വന്നത്, അൻസിബ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പിഷാരടി ടിനി ടോമിനെ ബന്ധപ്പെട്ടു. കോംപ്രമൈസിന് ടിനി ടോം തയ്യാർ. എന്തു നല്ല തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയാൻ വരട്ടെ. അൻസിബ ഒരു മാപ്പ് എഴുതി തരണം, എന്നാൽ കോംപ്രമൈസ് ചർച്ചയാകാം എന്നാണ് ടിനി ടോം പറഞ്ഞത്. എങ്ങനെയുണ്ട്?
അരിയും തിന്ന് മറ്റേ സ്ത്രീയെ കടിച്ചിട്ട് പൂച്ച മുറുമുറുത്തതുപോലെയായി ഇല്ലേ? അൻസിബയെ അല്ലെങ്കിൽ അൻസിബയുടെ കേസ് എടുക്കാത്ത പോലീസിനെയും ടിനിയെയും ചേർത്ത് കോടതിയിൽ അൻസിബ പരാതി കൊടുത്തു. കേസെടുക്കടോ പോലീസെ എന്നായി കോടതി. ചേർത്ത വകുപ്പുകൾ ടിനി ടോമിന് തലവേദനയാകാം. വല്ല കാര്യമുണ്ടോ ടിനി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അൻസിബയുമായിട്ട് രമേഷ് പിഷാരടി പറഞ്ഞപ്പോൾ എന്തോ നിന്നിടെ സംസാരിച്ച് വന്നതിനിടയിൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തെയാണ് എനിക്ക് മാപ്പ് എഴുതി തരണമെന്ന്. ആ ടിനിക്ക് ശ്വേതാമേനൻ്റെയും മറ്റേ വായ തുറന്നാൽ തെറി പറയുന്ന പെണ്ണുമ്പിള്ളയുടെയും കേസും കോടതിയിൽ ഇപ്പോൾ അൻസിബ കൊടുത്തിരിക്കുക. അതും അന്വേഷിക്കാൻ കോടതി പോലീസിന് കൊടുത്തിരിക്കുക. ഇതേവരെ അൻസിബയുടെ മൊഴി പോലും ഒരു പോലീസും എടുത്തിട്ടില്ല അത്രേ. അത് ചൂണ്ടിക്കാട്ടി ഒരു പേപ്പർ കൂടി കൊടുത്താൽ ഏമാന്മാർ ഓടും ശരിക്ക്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് പോലീസുകാർ കാണിക്കുന്ന കൃത്യവിലോപത്തെപ്പറ്റിയും കോടതിയുടെ നിർദ്ദേശത്തെപ്പറ്റിയും പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് അൻസിബയും കൂട്ടരും. താക്കോൽ കാണുന്നില്ല, മിനിറ്റ്സ് ബുക്കില്ല എന്നൊക്കെയാണ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറയുന്നത് അത്രേ. ശ്വേത വേഴ്സ് രമേഷ് പിഷാരടി എന്നാണ് ഇപ്പോഴത്തെ കോടതിയിലെ കേസ്. പിഷാരടി രാജിവെച്ചാലും ഗണേശനും സാദിക്കുമൊക്കെ അവിടെ നിൽക്കുകയാണ്. അമ്മയുടെ കാശെടുത്ത് ഫിലിം ഫെസ്റ്റിവലിന് വെള്ളമടി പാർട്ടി നടത്തിയത് ജനറൽ സെക്രട്ടറിക്കെതിരെ പരാതിയായി നിലനിൽക്കുമ്പോഴാണ് മിനിറ്റ്സ് ബുക്ക് അടക്കം അവർ വീട്ടിൽ കൊണ്ടുപോയത്. വലിയ നിയമപരമായി വലിയ തെറ്റാണ് അവർ കാണിച്ചത്. ഓഫീസ് ഇത്രയും വലിയ കെട്ടിടം കെട്ടിയിട്ടിരിക്കുന്നിടത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ചോരും എന്നുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എന്നായിരിക്കും ഇനി അവർ പറയാൻ പോണത്. രേഖാമൂലം രാജിവച്ചില്ല എന്ന സാങ്കേതികത്വത്തിൽ പിടിച്ചാണ് ഇപ്പോൾ ശ്വേത പറയുന്നത്. മിനിറ്റ്സ് കൈവശമുണ്ടെങ്കിലല്ലേ ഒപ്പിട്ട് പോകാനാവും, ബുക്കില്ല എന്നാണ് പറയുന്നത്. മാലാ പാർവതി, അൻസിബ, മായ വിശ്വനാഥ്, ഉഷ എന്നിവർ നടത്തിയ വലിയ പത്രസമ്മേളനത്തിൽ മണി പോലെ മാലാ പാർവതിയും അൻസിബയും പത്രക്കാരുടെ ചോദ്യത്തിനൊക്കെ മറുപടി പറയുന്നത് കേട്ടു. ഞാൻ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്ട് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ഏട്ടാ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് രമേശ് ഏട്ടൻ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. ഇത് എവിടുത്തെ ന്യായമാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണത്ര, ഇനി പരാതി പറയൂല എന്ന്. ഇത് വെള്ളരിക്കാ പട്ടണോ? മായ വിശ്വനാഥിനെ സീരിയസ് ആയിട്ടാണ് ഞാൻ എടുക്കാത്തത്. പക്ഷേ ആ പത്രസമ്മേളനത്തിൽ മായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതുകൊണ്ട് തന്നെ മായയ്ക്കും ഒരു നല്ല അഭിനന്ദനം നൽകണം. അമ്മയെ റിസീവർ ഭരണത്തിലെത്തിക്കുമോ എന്നാണ് ഇപ്പോൾ സിനിമാ സമൂഹം നോക്കുന്നത്. ശ്വേത രാജിവെക്കണമെന്ന് ജനറൽ ബോഡിയിൽ ആരും ആവശ്യപ്പെട്ടതല്ല. അവർ സ്വയം ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കമ്മിറ്റിയെ രാജിവെക്കുന്നു എന്ന് അലറിക്കൊണ്ടാണ് പുറത്തേക്ക് പോയത്. ഒരാഴ്ച പത്രങ്ങളും ചാനലുകളും ചർച്ചകൾ നടത്തി തീർന്നപ്പോൾ പറയുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല, എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ആജീവനാന്തം ഞാൻ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് എന്നാണ് അവർ പറയുന്നത്. എവിടെയെങ്കിലും ഇവർ നിരപരാധിത്വം തെളിയിക്കാൻ എവിടെയായിരിക്കും ഇവർ നിരപരാധിത്വം തെളിയിക്കാൻ പോകുന്നത്? വിശേഷാൽ ജനറൽ ബോഡി വിളിച്ചാൽ ആരെങ്കിലും ആവേശമൂത്ത് തല്ലാൻ വരെ സാധ്യത തെളിയുന്നു എന്നാണ് എനിക്ക് ശ്വേതയോട് പറയാനുള്ളത്. ജനറൽ ബോഡിയിലൊക്കെ ചിലപ്പോൾ കൺട്രോൾ പോയി ശാല അടിച്ചോണ്ടൊക്കെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ വിചാരിച്ചാൽ മതി, ശ്വേതയെ നിന്നെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടും. ഇനി ജനറൽ ബോഡി വിളിച്ച ആഴ്ചയിൽ 3 ജനറൽ ബോഡി എങ്ങനെ വിളിക്കും ശ്വേത? എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല, അംബാനി, അദാനി മുതലായ അളിയന്മാർ എൻ്റെ കൂടെ ഉണ്ട്, മറ്റേ പാലക്കാട്ടെ തരികിട ഡയറക്ടറും മറ്റേ ദല്ലാളും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ പരസ്യമായി BJP-കാരി ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് BJP-യുടെ സപ്പോർട്ട് കിട്ടുമെന്നും വിചാരിക്കരുത്. അമ്മയുടെ ജനറൽ ബോഡി നടക്കുന്നത് അമ്മക്കാർ മാത്രമല്ലേ കാണൂ. അവിടെ കയറി വെറുതെ തല്ല് വാങ്ങണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം തന്നെ 17 അംഗ എക്സിക്യൂട്ടീവിൽ അൻസിബ ആദ്യമേ രാജിവെച്ച് പോയി. വൈസ് പ്രസിഡന്റ് അംഗത്വം ശ്വേതയെ വിശ്വസിച്ച് രാജിവെച്ച് മെയിൽ ചെയ്തു പോയി. ശ്വേത തിരിച്ചു വരുന്നു എന്നറിഞ്ഞതും രാജിവെച്ച് ജോയ് മാത്യു മാന്യത കാണിച്ചു പോയി. ബാക്കി കുറേ എണ്ണം മതിലിലിരിക്കുന്നത് പോലെ എങ്ങോട്ട് വേണമെങ്കിലും ചാടാമെന്ന മട്ടിലിരിക്കുന്നു.
ജയൻ ചേർത്തലയും രാജിവെച്ച് പോയി. എന്തായാലും എറണാകുളത്ത് 4 അമ്മ അംഗത്വമുള്ളവർ നടത്തിയ പ്രസ് മീറ്റിൽ ഗൗരവകരമായ കുറേ ചോദ്യങ്ങൾ ചോദിച്ചത് വരും ദിവസങ്ങളിൽ വലിയ ഭൂകമ്പത്തിന് വഴിയാകാം. 2 കോടി രൂപ വാങ്ങി അമ്മയിൽ നിന്നും BJPക്ക് താരങ്ങളെ സ്ഥാനാർത്ഥിയായി നൽകാമെന്ന് ഏറ്റിരുന്നതായി അഡ്വക്കറ്റ് കൂടിയായ ബാബുരാജ് ഉന്നയിച്ച ആരോപണം നിസ്സാരമല്ല. അമ്മ അംഗം പോലുമല്ലാത്ത ഒരു BJP മുൻ കൗൺസിലർ പത്മജ 15 കോടി രൂപ അദാനി അമ്മയ്ക്ക് ശ്വേത വഴി നൽകുമെന്ന് വെളിപ്പെടുത്തിയതും വിശദീകരിക്കേണ്ടി വരും ശ്വേത മേനോൻ. ദല്ലാളിൻ്റെ കയ്യിൽ നിന്നും 75 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് എന്ന പേരിൽ വാങ്ങിയത് വേണയിൽ 2 കോടി വേണയിലും ദല്ലാൾ തരും എന്ന് പരസ്യപ്പെടുത്തി. അതിൻ്റെയും സോഴ്സ് പറയേണ്ടി വരും. ശ്വേത രമേഷ് പിഷാരടി സംസാരം സത്യസന്ധമായാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട്, ഞാനൊരു സത്യസന്ധയാണ്, ബാക്കിയുള്ളവരെല്ലാം അമ്മയിലുള്ള കുഴപ്പക്കാരാണ്, ഞാൻ സത്യസന്ധയാണ് എന്ന് പറഞ്ഞിട്ടാണ് ചാനലുകാർക്കൊക്കെ രമേഷ് പിഷാരടിയുമായി ഫോണിൽ സംസാരിച്ചതിൽ ശ്വേത പറയുന്നിടമെല്ലാം വേണ്ടാത്ത സ്ഥലങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ടാതിനും പറഞ്ഞതിനെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിഷാരടിയുടെ മാത്രം എല്ലാ ചാനലുകളിലും ചർച്ചയാകാൻ കൊടുത്തത്. ഇതും അമ്മയുടെ ഒരു ജനറൽ ബോഡി വിളിച്ചാൽ ചർച്ചയാകും. ഇതിനിടയിൽ കഴിഞ്ഞ ശനിയാഴ്ച മൊഴിയെടുക്കാനായി ചെല്ലാൻ പോലീസ് ഏമാന്മാർ അൻസിബയെ വിളിച്ചു. വൈകുന്നേരം 5 മണിക്ക് ശേഷം ചെല്ലാൻ പറഞ്ഞു. ഒരു സ്ത്രീയോട് 5 മണിക്ക് ശേഷം മൊഴിയെടുക്കാൻ സ്റ്റേഷനിൽ വരാൻ പറയുന്നതും ശരിയല്ല. വനിതയാണെങ്കിൽ അവരെ വീട്ടിൽ പോയി മൊഴി എടുക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ പോയി, അവരെവിടെ താമസിക്കുന്നു അവിടെ പോയി മൊഴി എടുക്കണമെന്നൊക്കെയാണ് നിയമമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീ ആയതിനാൽ അവരുടെ വാസസ്ഥലത്ത് പോയി മൊഴി എടുക്കുന്നതാണ് മര്യാദ. പക്ഷേ മര്യാദ കാണിക്കണമെന്നില്ല. അൻസിബ 4:30 മണിക്ക് തന്നെ തൻ്റെ വക്കീലുമായി ചെന്നു സ്റ്റേഷനിൽ. ചെന്ന പാടെയുള്ള ചോദ്യം, ആരാ, എന്തിനാ വന്നത് എന്നൊക്കെ ആയിരുന്നു. ചോദിച്ചു ആ പോലീസുകാരനെ ഒന്ന് ആക്കാൻ വേണ്ടിയായിരിക്കും. ആരാ, നിങ്ങളാരാ, എന്തിനാ വന്നേ, ആരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. പത്രങ്ങളിലും ചാനലുകളിലും അൻസിബയെ കണ്ടിട്ടില്ല ഏമാന്മാർ എന്ന് വയ്ക്കാം. പക്ഷേ ദൃശ്യം എന്ന സിനിമ 1-ാം ഭാഗവും 2-ാം ഭാഗവും 3-ാം ഭാഗവും വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു ഭാഗം ഈ ഏമാന്മാർ കണ്ടിരിക്കും. പക്ഷേ ചുമ്മാ ഒന്ന് ആക്കി ചോദിച്ചതാവും, ആരാ, എന്താ, എവിടെ, ആരെ, എപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ വന്ന കാര്യം പറഞ്ഞു. SI സാർ ഇല്ല, ഇപ്പോൾ വരും. SI സാറിനെ വിളിച്ചപ്പോൾ CI സാറും കൂടി വരട്ടെ, ഞാൻ അപ്പം തന്നെ എത്താം എന്നായി SI. ഒടുവിൽ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ആരെയും കാണാതെ മടങ്ങി അൻസിബയും വക്കീലും. ഇതാണ് നമ്മ സതീഷ് മേനോൻ്റെ പോലീസ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് വനിതകളോട് മാതൃക കാണിക്കുന്നത്. ഇങ്ങനെയാണ്. ചെന്നിത്തല ഇതൊക്കെ അറിയുന്നുണ്ടോ എന്തോ? തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നടപ്പുണ്ട്. തൂഫാൻ എന്ന് പറഞ്ഞ് പിടിക്കേണ്ട വലിയ വലിയ വമ്പൻ സ്ഥാപനങ്ങളുണ്ട്, അവിടെയും കയറി പിടിക്കില്ല. പാന്തരായി വിൽക്കുന്നതിനൊക്കെ പെരുമ്പാവൂരി ഒന്ന് പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് റോഡെ മഴയത്ത് പ്രകടനം, എന്ത് കുന്തോ നടക്കട്ടെ. എന്തായാലും അമ്മയെ ഒരു പരുവമാക്കും മക്കളെല്ലാം കൂടി. അവിടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും നിശബ്ദത അമ്മയെ ഒരുപാട് ദൂരം പുറകോട്ടടിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനിയെങ്കിലും ഏമാമാർക്ക് വായ തുറക്കണമെന്ന് തോന്നുന്നെങ്കിൽ തുറക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇനി ആരൊക്കെ രാജിവെച്ചു എന്നുള്ള വാർത്ത വരും. ഇങ്ങനെ ദിവസം വരെയാണല്ലോ അമ്മയിലെ ഇഷ്യൂസ്. നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.